വിട് തമ്പ്ര, വേണ്ട വേണ്ട തമ്പ്ര, വിട്. ആരെങ്കിലും കാണും. കാണട്ടെ. എനിക്ക് വേണം. നീ പറ പറ. ഇപ്പൊ വേണ്ട. പിന്നെ ഇപ്പൊ വേണ്ട തമ്പ്ര, വേണ്ട. പേടിക്കണ്ട, നീ പറഞ്ഞാ മതി. മറ്റൊന്നിവിടെ കഥകളില്ലേ, ആ സമയത്ത് ആരും കാണില്ല. നീ വഞ്ചിപ്പുര വരണം. അവരോട് ഇരിക്കാൻ പറ. വരണം. ചുറ്റും നോക്കി വെച്ചോ. തുടങ്ങി നാശം പിടിച്ച കുടി. അമ്മേ, ആ അച്ചാറ് ഇതങ്ങ് കൊടുത്തോ. എന്റെ പിള്ളേ, ഇതിന്റെ കൂടെ കാമ്പിശ്ശേരി ഷാപ്പിലെ താറാവ് കറി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഓ, നിന്റെ വക്കീൽ പിടുത്തം കഴിഞ്ഞു? ഇല്ല, 1 വർഷം കൂടി ഉണ്ട്. ആ, ഷാപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്റെ രാഘവൻ പിള്ളേ, മെനിഞ്ഞാന്നേ കുമാരപുരത്തെ ഷാപ്പിന്റെ മുന്നിലെ കവുങ്ങും തോട്ടമില്ലേ, ചകാക്കലയുടെ മീറ്റിംഗ്. രഹസ്യവിവരം കിട്ടി ഞങ്ങളവിടെ ചെന്നതും അവന്മാരോടി കണ്ടപടി രക്ഷപ്പെട്ടു. പക്ഷെ ഒരുത്തനെ ഞങ്ങൾ പൊക്കി. ഞങ്ങൾ അവനെ ഉണ്ടല്ലോ ഭിത്തിയിൽ അങ്ങോട്ട് ചാരി ഇരുത്തി പെരി വിരൽ ചേർത്ത് മുറുക്കി അങ്ങോട്ട് കെട്ടി. എന്നിട്ട് അവന്റെ കാലിൽ റൂൾ തടിയെടുത്ത് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് മുട്ടു മുതൽ കണങ്കാല് വരെ ചുറന്നൊരു പോക്ക. ഉരുട്ടലേ. ആദ്യം കാലിന്റെ തോല് പൊളിഞ്ഞിങ്ങി പോന്നു. മസിലൊക്കെ ഉണ്ടല്ലോ, അരഞ്ഞ് വെണ്ണ പോലെയായി. എല്ല് പൊടിയുന്ന ഒച്ചയൊന്ന് കേൾക്കണം. പപ്പടം പൊടിയത്തില്ലേ, അത് തന്നെ. ഇനിയാ നമ്മുടെ യഥാർത്ഥ പണി വരുന്നത്. ഒരു പച്ച ഇറുക്കിലെടുത്ത് അവന്റെ മറ്റതിൽ അങ്ങോട്ട് കയറ്റി ഇങ്ങനെ പിടിച്ചൊരു കറക്കങ്ങോട്ട് കറക്കി. മൂത്രത്തിന് പകരം പുറത്തു വന്നതേ ചോരയാ, ചോര. അതോടെ തീർന്നു അവന്റെ അമ്മമ്മയുടെ കമ്മ്യൂണിസം. തീപ്പെട്ടി ഉണ്ടോടാ? എന്താടാ ചോറ് ഇവിടെയും കൂറ ഇവിടെയും. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇതിനുള്ള പണി ഇതെന്ത് കാണിക്കണേ? മാറ്റങ്ങട്. ഇവന് വണ്ടി എടുത്തിട്ടാ അവന്റെയൊക്കെ ഒരു കമ്മ്യൂണിസം. കൊച്ചുവാറു,
കൊച്ചാപ്പി ഓർത്തിട്ടാണോ? എനിക്കും വിഷമമുണ്ട്. ഇവിടെ വളർന്ന ആളല്ലേ. എന്നാലും അവൻ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. മാധവൻ സഖ വന്നിട്ടുണ്ട്. കാവിനടുത്ത് നിൽപ്പുണ്ട്. കൊച്ചാപ്പിയെ കുറിച്ച് എന്തെങ്കിലും ഞങ്ങൾ രാവിലെ മുതൽ അന്വേഷിച്ചോണ്ടിരിക്കുക. ഇല്ല, ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ ബോധമില്ലായിരുന്നു. ഇനി സഖാവോട് നിൽക്കണ്ട. അപകടം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. കൊച്ചുവാറു, അതാരാ? അജ്ഞാതവാസക്കാലത്തെ വിരാടരാജ്യത്തെത്തിയ പാഞ്ചാലി കൊട്ടാരത്തിൽ ദാസിയായിട്ട് അങ്ങോട്ട് കൂടി. നോക്ക് വല്യമ്മേ, എത്ര വലിയ കുട്ടിയായിട്ടും കുട്ടികളി മാറിയില്ലേ? ഒരെണ്ണം കൊടുക്ക കുട്ടി. ബാക്കി പറ വല്യമ്മേ. ആ, അപ്പോ രാജ്ഞിയുടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, കീചകൻ. മഹാദുഷ്ടനായിരുന്നു. ഈ പാഞ്ചാലിയെ കണ്ടതും അയാൾക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടായി. പ്രണയാഭ്യർത്ഥന നടത്തി നോക്കി. ആദ്യം വഴങ്ങില്ല എന്നറിഞ്ഞപ്പോഴോ ഭീഷണിപ്പെടുത്തി. എന്നിട്ട് രക്ഷയില്ല എന്നറിഞ്ഞപ്പോ കയറി അങ്ങ് പിടിച്ചു. എന്നിട്ട് ആരും ഒന്നും ചെയ്തില്ലേ? പാഞ്ചാലി ഭീമസേനോടാ പറഞ്ഞത്. എന്നിട്ട് നാളെ കഥകളി കാണുമ്പോ മനസ്സിലാവും.